ഈ അടുത്ത് ഷാരോൺ രാജ് എന്ന യുവാവിനെ അവരുടെ കാമുകി ഗ്രീഷ്മ എന്ന പെൺകുട്ടി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഡെത്ത് സെന്റൻസ് തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുണ്ട്. തൂക്കിലേറ്റാൻ വിധിച്ച നടപടി വളരെ ചർച്ച ചെയ്യപ്പെട്ടാണ് തൂക്കിലേറ്റപ്പെടേണ്ടതായിരുന്നു ഇരുന്നു എന്നുള്ള ഒരു വിഷയം. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ വിഷയം നമ്മൾ രണ്ട് രീതിയിൽ ഇത് കാണേണ്ടതുണ്ട്. രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നീതി, എന്താണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് ആ വിഷയത്തിനെ സമീപിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷിൽ പ്രീമെഡിറ്റേറ്റഡ് എന്ന് പറയുന്ന നേരത്തെ ആലോചിച്ചു കൂട്ടി നടത്തുന്ന കൊലപാതകങ്ങളെ എങ്ങനെ കാണണം എന്ന് പറയുന്നതും, അത് ഇതിനകത്തെ കുറ്റവാളിയായി ഒരു സ്ത്രീ മാറുന്നത് വഴി പൊതുബോധത്തിനകത്തുണ്ടാകുന്ന റിയാക്ഷൻസ്, അതിനോടുള്ള ആളുകളുടെ സമീപനവും അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന രീതിയിൽ ആൾക്കാർ പറയുന്നതും ഒക്കെ നമുക്ക് രണ്ട് തലമുണ്ട് ഇതിന്, ഈ വിഷയത്തിൽ. വളരെ പൊതുവെ സ്ത്രീവിരുദ്ധമായ പുരുഷ മേധാവിത്വപരമായി ചിന്തിക്കുന്ന, സ്ത്രീവിരുദ്ധമായി പുരുഷ മേധാവിത്വപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് ഇപ്പൊ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്, അതിനോട് നടക്കുന്ന പ്രതികരണങ്ങളും എല്ലാം ഉള്ളത്. അപ്പോ സ്ത്രീകൾക്ക് എന്തോ സവിശേഷമായ ആനുകൂല്യം നിയമപരമായി കൊടുത്തിരിക്കുന്ന ഒരു ഭരണഘടനയോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒക്കെ ആണെന്ന് വിചാരിച്ച് അതിനെതിരെ സംഘടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുടെ ലോകവും കൂടെ ഉള്ള ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ പെരുമാറിക്കൂടാ, അങ്ങനെയാണ്, സ്ത്രീകൾ ഇങ്ങനൊന്നും പെരുമാറിക്കൂടാ എന്ന് വിചാരിക്കുന്ന ഒരു പഴയ ലോകവീക്ഷണമുണ്ട്. സ്ത്രീകളായാൽ അടക്കവും ഒതുക്കത്തോടെ ഇരിക്കണം, പറഞ്ഞാൽ അനുസരിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ ബോധത്തിനകത്തൂടെ സ്ത്രീകൾ ഒരിക്കലും ഇങ്ങനൊന്നും ചിന്തിച്ചുകൂടെ, സ്ത്രീകൾ ഇങ്ങനെ പെരുമാറിക്കൂടാ എന്ന് പറയുന്ന രീതിയിൽ സമീപിക്കുമ്പോൾ വരുന്ന കുറെ ഉത്തരങ്ങളും ചോദ്യങ്ങളും അതിനോട് വരുന്ന പ്രതികരണങ്ങളും ഒക്കെ വേറെ തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ആണും പെണ്ണും തുല്യമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ കാണുന്ന സമയത്ത് അതിനകത്തെ നിയമവശങ്ങളെ പറ്റിയെല്ലാം നമ്മൾ കാണുമ്പോഴും സ്ത്രീകൾക്ക് സവിശേഷമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ സംവരണം പോലത്തെ മേഖലകൾ കൊടുക്കുന്ന ഒരു ഭരണഘടനയും ഉള്ള, അതുപോലെ തന്നെ അത്തരത്തിലുള്ള നിയമങ്ങളും ഉള്ള ഒരു സമൂഹത്തിലും കൂടാണ് നമ്മൾ ഒരേ സമയത്ത് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസിഷൻ സമൂഹമാണ്. നമ്മളെ പോലുള്ള സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് അടക്കവും ഒതുക്കത്തോടെ വളർത്തി, ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെ ബൊൺസായി ആയി വളർത്തി എന്ന് തന്നെ ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ സ്വന്തമായ നിലനിൽപ്പില്ലാതെ സ്വന്തമായി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതാക്കുന്ന, കുട്ടിക്കാലം തൊട്ട് ശരിക്കും പറഞ്ഞാൽ കത്രിക ഉപയോഗിച്ച് മുറിച്ച് കളഞ്ഞിട്ടുള്ള ആൾക്കാരായിട്ട് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീകളുടെ ലോകമുണ്ട്. ആ സ്ത്രീകളുടെ ജീവിതമുണ്ട്. സ്വന്തമായിട്ട് വിദ്യാഭ്യാസം നേടാനോ വരുമാനം ഉണ്ടാക്കാനോ ജോലി ചെയ്യാനോ, അത് ഇന്ന് കുറെ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എപ്പോഴും. ഇതെല്ലാം കുറച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമുക്ക് കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തെന്ന് നോക്കിയാൽ മതി, 90% വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകളുണ്ടായിട്ട് രാത്രി നടക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യവും അതിന് മുന്നിൽ നിൽക്കും. വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുള്ള നാടാണ്, പക്ഷെ രാത്രി എന്തുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുണ്ടായിട്ട് എന്തുകൊണ്ട് അവരുടെ ഇണകളെ തിരഞ്ഞെടുക്കുന്നതിന് കഴിവുള്ളവരായിട്ട് അവർ മാറിയിട്ടില്ല. 90% വിവാഹവും അമ്മയും അച്ഛനും തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് തന്നെയാണ് ഇന്നും പെണ്ണ് കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മാട്രിമോണിയൽ പരസ്യങ്ങൾ ചെയ്യുന്നത് വീട്ടുകാരാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും ആ വിദ്യാഭ്യാസത്തിനകത്ത്
വളരെ വിവേചനപരമായ സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്ലാസ് റൂം സഹിതം നിലനിൽക്കുന്ന, അതിനകത്ത് ഇന്നും ആൺകുട്ടികളെ അപമാനിക്കാൻ വേണ്ടി പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തുന്ന ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതും, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഇണയെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് അറിയുന്നതും, സാമൂഹികമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾക്ക് അനുവദിക്കാതെ അത് കുറ്റകരമായി കാണുന്നത്, അതേപോലെ തന്നെ സ്ത്രീകൾ രാത്രിയിൽ കാണുക എന്ന് പറഞ്ഞാൽ അവര് വഴിതെറ്റിപ്പോയവരാണെന്ന്, ഇപ്പോൾ ഇങ്ങനത്തെയുള്ള വാക്കുകളൊക്കെ ഇപ്പോഴും അവിഹിതം, അബദ്ധ സഞ്ചാരണി എന്നൊക്കെ പറഞ്ഞ് വിളിക്കപ്പെടുന്ന ഈ തരത്തിലുള്ള ലേബലുകൾ മുഴുവനുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ. ഇതൊക്കെ നമ്മൾ കാണുന്നത് സാമൂഹികമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ജാതി എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് പോലെ തന്നെയാണ് ഇന്നും ജെൻഡർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുഴുവനും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ സ്ത്രീകളുള്ള നാടാണ് കേരളം. പക്ഷെ കേരളത്തിനകത്ത് സ്ത്രീകൾക്ക് രാത്രി നടക്കാൻ കഴിയാതിരിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായ ഇനിഷ്യേറ്റീവ് ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനോ കഴിയാതിരിക്കുന്നതിനോ ഇന്നും നമുക്ക് ഇപ്പോ എന്താ പറയണ്ടേ, ഈ സ്ത്രീകളുടെ ഒരു വേദി എന്ന് പറയുന്നതിന് സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വേദിക്കകത്ത് 90% ആ സ്റ്റേജിൽ ഇരിക്കുന്ന പുരുഷന്മാരായിരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോ എന്താണ് 50% വോട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്ത് എത്ര പേര് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഈ ഇതിനകത്ത് നിൽക്കുന്നു, ഈ ഇലക്ഷന് നിൽക്കുന്നത് പറഞ്ഞാൽ ക്ലാസ് റൂമിനകത്ത് മാത്രമാണ് സ്ത്രീ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ പഞ്ചായത്തിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ഒന്നും തന്നെയും ഇപ്പോഴും നമുക്ക് ഒരു തുല്യമായിട്ടുള്ള എന്തിനാണ് ഒരു 30% ആയി പോയാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ജനറൽ സീറ്റുകളിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നിലവാരത്തിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്ഥലത്താണ് തെറ്റ് ചെയ്യുന്നത്, അതെ അവിടെയാണ് തെറ്റ് ചെയ്യുന്നത് പോലും സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പോ പുരുഷന്മാർ സ്ത്രീകളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലുകയോ ചെയ്യുന്നത്, പ്രണയത്തിനകത്ത് പ്രണയ തീവ്രത കൊണ്ട് അവരെ പെണ്ണുങ്ങളെ മുഴുവൻ കുത്തിക്കൊല്ലുകയോ അല്ലെങ്കിൽ തീ വയ്ക്കുകയോ ആസിഡ് വലിച്ചെറിയുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന പരമ്പര നമ്മളിങ്ങനെ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞ ഗ്രീഷ്മ എന്ന് പറയുന്ന പോലുള്ളത് അതുപോലുള്ള ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൊലപാതകം നടത്തിയ ഒരു ജോളിയെ പറ്റി പറയുമ്പോഴും ഒക്കെ അത് എടുക്കുമ്പോൾ നമുക്ക് 100 പേര് കുറ്റം ചെയ്യുന്നതിനകത്ത് 10 താഴെയാണ് ഈ തരത്തിലുള്ള ആൾക്കാരുള്ളത്. പക്ഷെ അത് വളരെ ഹൈലൈറ്റ് ചെയ്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ വളരെയധികം ഊതിപ്പെരുപ്പിച്ച് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അത് സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് മാത്രം, അവർ സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നമാണ്. അല്ലാതെ അതൊരു എന്താണ് അത്ഭുതകരമായ കാര്യമായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമേ ഇല്ല. സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അത് മാറ്റി നിർത്തി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നതുമായിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണെന്നുള്ളതിന് നമുക്ക് സംശയമൊന്നും വേണ്ട. പക്ഷെ ഇത്രയധികം ക്യൂരിയോസിറ്റി ഈ വിഷയത്തിനകത്ത് ഉണ്ടായത് ഈ സ്ത്രീ മഹാമോശമാണെന്നും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായ ഒരു ജീവിയാണെന്നും ഒക്കെ പറയുന്ന ചർച്ച ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന ഇംബാലൻസ് നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നതിന്റെ തെളിവും കൂടെ. ഇത് ഇത്രയും ചർച്ചയ്ക്ക് വരുന്നത് തന്നെ ആ ഒരു കാരണം കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ഇതുപോലുള്ള കുറ്റം ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇല്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടുണ്ട്. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്. അത് ആലോചിച്ചുറപ്പിച്ച് 1 തവണയല്ല 2 തവണ ശ്രമിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ അവരുടെ ആ കേസ് വിസ്താരത്തിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ആസൂത്രിതമായി ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് കാണുന്നുണ്ട്, അല്ലാതെ റിയാക്റ്റീവായിട്ട് ചെയ്തതല്ലെന്ന്. അതൊരു യഥാർത്ഥത്തിൽ കുറ്റവാളി എന്ന് നമ്മൾ വിളിക്കാവുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്നവർ തന്നെയാണ് അവർ. അത്
അതുപോലെ തന്നെ അവരെ പറ്റി പറയുന്ന സമയത്ത് അവർക്ക് യാതൊരു മനസ്താപവും സ്തോഭവും ഇല്ല, അവർക്ക് ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണേണ്ടതുണ്ട്. 100-ൽ 1 ഒരു സൈക്കോപ്പത്തായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ന് സൈക്കോളജി പഠിച്ചിട്ടുള്ളവരും ന്യൂറോ സയൻസ് പഠിച്ചിട്ടുള്ളവർക്കും ഒക്കെ ജനിതകമായ കാര്യങ്ങൾ അറിയുന്നവർക്കും ഒക്കെ അറിയാം. അപ്പൊ അത് ആണും പെണ്ണും തമ്മിൽ ആ ലെവലിലുള്ള വലിയ വ്യത്യാസം അതിനകത്തില്ല. ആണിനായാലും പെണ്ണിനായാലും അത്തരത്തിലുള്ള ഒരു ഇല്ലായ്മ, അത്തരത്തിലുള്ള എന്താണ് എമ്പതി ഇല്ലാത്ത മനുഷ്യർ ലോകത്തുണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അത് ആണിലും പെണ്ണിലും. പക്ഷെ കൂടുതലും അത് പ്രകടമാകുന്ന ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ ഒരാളുടെ എമ്പതി ഇല്ലായ്മ കാണിക്കാനുള്ള സാമൂഹികമായിട്ടുള്ള അവസ്ഥ വീണ്ടും ഈ പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ഇംബാലൻസസ് കൊണ്ട് പ്രകടമാകുന്ന അവസ്ഥയും കുറവായിരിക്കും. അപ്പൊ അവിടെ വെച്ച് വീണ്ടും നമ്മൾ ഈ ഇതുപോലുള്ള സ്ത്രീകളെ കണ്ടെത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റം ചെയ്തവരെ തിരിച്ചറിയുക എന്ന് പറയുന്നത് നമ്പർ എപ്പോഴും കുറവായിരിക്കും. പുരുഷന്മാർക്ക് സാമൂഹികമായിട്ട് സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ട് അവരുടെ എമ്പതി ഇല്ലായ്മയെ പറ്റിയും കൂടുതൽ ആളുകൾ അനുഭവിക്കേണ്ടിയും വരുന്ന സ്ഥലവും നമുക്ക് കാണേണ്ടി വരും. അപ്പൊ അതും ഇതിനകത്ത് തന്നെ പ്രകടമായിട്ട് കാണാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ആണും പെണ്ണും ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഈ ഒരു പെണ്ണ് മാത്രം ഉണ്ടാകുന്ന, ഒരു പെണ്ണിൽ മാത്രമുണ്ട്, സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നൊക്കെയുള്ള നിലവാരത്തിലൊക്കെ ചർച്ച ചെയ്തുകൂടാ. ഇപ്പൊ സ്വന്തം കുഞ്ഞിനെ തന്നെ കൊല്ലുന്ന അമ്മമാരുണ്ടാകും, അവരോട് യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇതൊക്കെ നമുക്ക് കാണേണ്ടതാണ്. അങ്ങനത്തെ മനുഷ്യരുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. പക്ഷെ ഇത് ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും ഈ പുരുഷന്മാരുടെ ലോകത്ത്, ശരിക്കും പറഞ്ഞാൽ ഇവിടെയും സ്ത്രീകൾ കടന്നു കയറുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകുന്ന എതിരുമുണ്ട്. കാരണം കുറ്റം ചെയ്യുന്നതിനും ഞങ്ങൾക്ക് തന്നെയാണ് അവകാശം, അത് നിങ്ങളെ സ്ത്രീകൾക്ക് പറ്റത്തില്ല. നീ റോഡേ നടക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ തിരിച്ചറിയേണ്ടതാണ്. കുറ്റം ചെയ്യാനും ഞങ്ങൾ മതി, അല്ല നിങ്ങൾ ആരും ഇതിനകത്ത് കടക്കണ്ട എന്ന് പറയുന്നത് അല്ല, ഒരു ഡിസ്കഷൻ അതിനകത്തുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ആ നിലവാരത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ കൂടത്തായി കൊലപാതകവും ഈ ഗ്രീഷ്മയുടെ കൊലപാതകവും ഒക്കെ നമ്മളിങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ എല്ലാ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും ഈ പറയുന്ന സാമൂഹികമായി സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വളരെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള, ഒരു തരത്തിലും നമുക്ക് ആധുനിക സമൂഹത്തിന് ചേരാത്ത തരത്തിൽ നിലനിൽക്കുന്ന സമൂഹമായി നമ്മൾ തുടരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് അതിനെ കാണണം. അതാണ് ഒന്ന് നമുക്ക് കാണേണ്ടത്. അപ്പൊ അത് ആ നിലവാരത്തിൽ അവരെ എന്താ പറയണ്ടേ, റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയുന്ന നിലവാരത്തിൽ പ്രീമെഡിറ്റേറ്റഡ് ആയതുകൊണ്ടാണ് എന്ന് അത് ആ കോടതി കണ്ടെത്തുന്നതിനകത്ത് എനിക്ക് എതിരൊന്നുമില്ല. പക്ഷേ ഇനി നമ്മൾ അടുത്ത വശം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ ആണായാലും പെണ്ണായാലും അവരെ ഇങ്ങനെ നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള, ജനാധിപത്യത്തിനകത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ തുടർന്നുകൂടാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് സാധ്യമല്ലാത്ത ഒരു സമൂഹമാണ് ജനാധിപത്യത്തിൻ്റെത്. ആളുകളെ കൊല്ലാൻ അത് കോടതി മുഴുവനും കൂടെ പ്ലാൻ ചെയ്ത് കുറെ നാൾ നിയമ ചർച്ചയൊക്കെ നടത്തിയിട്ട് ഒരാളെ തൂക്കിക്കൊന്നാലും പ്രീമെഡിറ്റേറ്റഡ് കൊലപാതകമായിട്ട് തന്നെ അതിനെ കാണേണ്ടി വരും. അതിന് നമുക്ക് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ചേർന്നിരുന്ന് ചിന്തിച്ച് കൊലപാതകം നടത്താൻ ന്യായം കണ്ടെത്തി പറയുന്നതും, ഒരാൾ ഒറ്റയ്ക്കിരുന്ന് മറ്റേയാളെ കൊല്ലാനായിട്ട് ന്യായം കണ്ടെത്തുന്നതും കൊല തന്നെയാണ്. അതുകൊണ്ട് കോടതിയിൽ നിയമപരമായി തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ അവകാശം ജനാധിപത്യത്തിനകത്ത് സാധ്യമല്ല. അതെന്ന് പറഞ്ഞാൽ അവസാനത്തെ ആളും പ്രധാനമാണെന്ന് കാണുന്ന ഒരു കാര്യമാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് അതങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല നിയമം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല ശിക്ഷ. ജനാധിപത്യത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് ഒരാൾ നവീകരിച്ചു വരാൻ അവകാശം കൊടുക്കണം, അതിനുള്ള ഇടം കൊടുക്കണം എന്നുള്ളതാണ് ജനാധിപത്യത്തിനകത്തെ ശിക്ഷ. പക്ഷെ അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു സൈക്കോപത്ത് എന്ന് പറയുന്ന ആളിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? കാരണം അയാളുടേതായിട്ടല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അയാൾ അങ്ങനെ ആയിപ്പോയിരിക്കുന്നത് കൊണ്ട് തന്നെ
അയാൾ മറ്റുള്ളവർക്ക് ദ്രോഹകരമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിൽ രസിക്കുന്ന ആണും കൂടെ ആണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അങ്ങനെ ഒരാളാണ് എന്ന് അയാളുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു കോടതിയിൽ ഒരു കേസ് വന്നു കഴിയുമ്പോൾ അയാളെ അസസ് ചെയ്യുന്നതിനകത്ത് ഇയാൾ പുറത്തിറങ്ങിയാൽ കണിശമായിട്ടും ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനോ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ നമുക്കൊരിക്കലും തിരിച്ചു സമൂഹത്തിനകത്തേക്ക് പഴയതുപോലെ കൊണ്ടുവരാൻ കഴിയില്ല. അവിടെയാണ് ലൈഫ് ലോങ് ആയിട്ടുള്ള നിയന്ത്രണത്തിന്റെ യുക്തിയെ നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും. അവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊക്കുന്ന സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരാതിരിക്കാനായിട്ട് നോക്കുക എന്ന് പറയുന്നത്, അവരെ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമേ ജനാധിപത്യത്തിൽ സാധിക്കത്തുള്ളൂ. ജനാധിപത്യത്തിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത്, ഈ ഒരാളെ വേറൊരാൾക്ക് വേണ്ടി കാണിക്കാൻ മാതൃകാപരമായി ശിക്ഷിക്കുക എന്ന് പറയുന്ന യുക്തി ജനാധിപത്യത്തിനകത്തില്ല. കാരണം ജനങ്ങളാണ് ഫൈനൽ അതോറിറ്റി എന്ന് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഗവൺമെന്റിനകത്ത് ജനങ്ങളായിരിക്കുന്നതിനകത്ത് തെറ്റുകാരനെ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് അയാളെ നിയന്ത്രിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ലൈഫ് ലോങ് ആയിട്ടുള്ള നിയന്ത്രണത്തിനകത്ത് അയാളെ ഇടേണ്ടി വരും എന്ന് പറയുന്നത് അത് വളരെ റെയറായ കുറച്ച് ആൾക്കാരെ വരുത്തുള്ളൂ, ലക്ഷക്കണക്കിന് വരുത്തൊന്നുമില്ല. ഒരു സമൂഹത്തിനകത്ത് അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന മാത്രമല്ല, അത്തരത്തിലുള്ള പ്രവൃത്തി അവര് ഇപ്പൊ കൊലപാതകങ്ങൾ പോലെ ഉള്ളതിലേക്ക് നയിച്ചിട്ടില്ല എങ്കിൽ അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന യുക്തികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊക്കെ ഇന്നിപ്പോ ആധുനികമായ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരാള് എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യം അയാളെ അറിയിക്കുക, അയാളെ നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അതേ സമയത്ത് ജീവിതത്തിനകത്ത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അനുവദിക്കാനും പറ്റുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ എല്ലാ സാധ്യതയും ഇന്ന് നമുക്ക് സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാലയിലെ കയ്യേലൊക്കെ ഈ ഒരു ഒരു വളയമിട്ട് വിടുന്ന ലോകമുണ്ട് ഇന്ന്. ഇന്നിപ്പോ നമ്മളത് ശത്രുപക്ഷത്തുള്ളവരെയും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരാളെ നമ്മൾ കൊല്ലണ്ട എന്ന് തീരുമാനിച്ചാൽ അയാളെ നിയന്ത്രിക്കേണ്ട വരുന്ന നിലവാരത്തിൽ അയാളിപ്പോ നാട് വിട്ടു പോവുക അല്ലെന്നുണ്ടെങ്കിൽ ദൂരം മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനയാൾക്ക് കഴിയാതാക്കുന്ന നിലവാരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഇന്ന് നമുക്ക് സാധ്യമാണ്. ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. അത്തരത്തിലുള്ള മനുഷ്യരുടെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഇപ്പൊ നമ്മൾ തുറന്ന ജയിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത്, നിരന്തരമായിട്ട് അവരെ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അവര് എവിടെ പോയാലും ഇന്ന ആളാണ് എന്ന് അവരുടെ ഒരു ഡേറ്റാബേസ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെയൊക്കെ എല്ലാം ആധാർ കാർഡ് ഉള്ളവരാണ്. അതിനകത്ത് ഒരു കോളം മാറിപ്പോയി കഴിഞ്ഞാൽ നിയന്ത്രണത്തിന്റെ യുക്തി വരും. എന്തുകൊണ്ടാണ് ഇത്രയും നമ്മൾ എടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് അവസാനത്തെ ആളും പ്രധാനമാണ് എന്ന് പറയുന്ന പ്രശ്നമാണ്. ഇത് നമുക്ക് ഇതിനു വേണ്ടി വെറുതെ മാറ്റി വെക്കാനൊക്കത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് പുത്തൻ സൊല്യൂഷനാണ് നമ്മൾ വെക്കുന്നത്. ആ പുത്തൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിന്റെ യുക്തിയെ സാധ്യമുള്ളൂ. ജനാധിപത്യത്തിനകത്ത് അയാൾക്ക് ചിലപ്പോൾ പിൽക്കാലത്ത് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് അയാൾ ഇത്തരത്തിലുള്ള ദ്രോഹകരമായ പ്രവൃത്തി ചെയ്യാത്ത ഒരാളാക്കി മാറ്റാൻ അയാളെ കഴിയും എന്നുണ്ടെങ്കിൽ ആ അവകാശത്തിന് കാത്തിരിക്കാനായിട്ട് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ ആ ജനാധിപത്യത്തിന്റെ പുത്തൻ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അത് പരിഹരിക്കൂ. അല്ലാതെ ആളുകളെ കുന്തത്തെ കുത്തി റോഡിന്റെ സൈഡിൽ നിർത്തുക, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള മറ്റുള്ളവരെ ആളുകളെ ഒരു സാഹചര്യത്തിൽ അറിയാതെ ചെയ്തു പോയ കുറ്റത്തിന് അവരെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ രണ്ടാമത് ചെയ്യത്തില്ല. കാരണം അവർ റിഗ്രറ്റ് ചെയ്യുന്നവരാണ്. അവർ സ്വയം തിരിച്ചറിഞ്ഞ് സമൂഹത്തിനകത്ത് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയിൽ വരുത്തില്ല എന്ന് അവരെ അത് അനുഭവിക്കാൻ വേണ്ടിയാണ് ശിക്ഷ. അതുകൊണ്ട് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ആളുകൾ ജയിലിൽ പോയിട്ടില്ലാത്തവർക്ക് ഒരിക്കലും ജയിൽ മനസ്സിലാകത്തില്ല. നമുക്ക് ഈ നിയന്ത്രണം എന്ന് പറയുന്നത് എൻഫോഴ്സ് ചെയ്യുക എന്ന് പറയുമ്പം അത് എന്താണ്, ജീവിതത്തിന് ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ജയിലിൽ കിടന്നാലേ മനസ്സിലാവുള്ളൂ. ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാത്തവരെ വിചാരം ജയിലിൽ സുഖമായി കഴിയുകയാണെന്നാണ്. ഭക്ഷണമൊക്കെ തിന്ന് ഗോതമ്പുണ്ടയും തിന്ന് നല്ല ഇറച്ചിയൊക്കെ കഴിച്ച്
ആരോഗ്യകരമായി ജീവിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. അത് ജയിൽ അനുഭവിച്ചിട്ടില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ അവകാശമില്ലാത്തവരായി മാറിപ്പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഡനം. ഇത് ഒരുവിധമുള്ള വീട്ടിനകത്ത് കുട്ടിക്കാലത്ത് നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ്. തന്നെത്താൻ ഒരു തീരുമാനം എടുത്തൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അത് വാതിലും ജനലും കൂടെ അടയ്ക്കുന്ന ഒരു സ്ഥലത്ത് പെടുമ്പോഴാണ് അത് മനസ്സിലാവുകയുള്ളൂ എന്താണ് ഈ പീഡനം എന്ന് പറയുന്നത്. നമ്മൾ വളർന്ന് വീട് വിട്ട് സ്വതന്ത്രരായി മാറണമെന്ന് ആഗ്രഹിക്കുന്നതിന് തടസ്സമായി തീരുന്ന നിയന്ത്രണങ്ങളാണ് അതെല്ലാം. അത് അതിന്റെ ശക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ജയിൽ എത്ര ഭീകരമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അനുഭവിച്ചാലേ പറ്റുള്ളൂ. അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് എന്നും വിചാരിക്കുന്ന ജയിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ കുറച്ച് 10 വർഷം അവിടെ കിടന്നു, 15 വർഷം കിടന്നു. ഓരോ ദിവസം ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും എണ്ണി പോകും നമ്മൾ ഈ ജയിലിനകത്ത് പെടുന്ന സമയത്ത്. ജീവിതത്തിൽ ഒരു തെറ്റ് അങ്ങനെ ഒരു വർഷം കിടക്കാൻ പോലും പറ്റത്തില്ല. നമ്മളത് ജയിലിൽ കിടന്നാലേ അത് അറിയൂന്ന ഞാൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് 10 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്. 24-ാമത്തെ വയസ്സിൽ കിടന്ന് 34-ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി അങ്ങ് ജീവിക്കരുതോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ 30 വർഷം കിടന്നേച്ച് ഇറങ്ങരുതോ. നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെത്താനെന്ന് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഭക്ഷണം സമയത്തിന് കിട്ടാതെ വരിക, വെള്ളം കിട്ടാതെ വരിക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകളിലൊക്കെ പെടുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് എത്രത്തോളം വലുതാണ് ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഭയങ്കര വലുതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ ജീവിതത്തിനകത്ത് സാഹചര്യം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോയതിൽ റിഗ്രറ്റ് ചെയ്യുന്ന മനുഷ്യരാക്കി അവരെ മാറ്റി തിരിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ആണ് ജനാധിപത്യത്തിനകത്തെ ഏറ്റവും വലിയ എന്താണ് നീതിപൂർവമായ പ്രവർത്തനം. നീതി അങ്ങനെ മാത്രമേ ഉറപ്പാക്കാനൊക്കത്തുള്ളൂ. ജീവിച്ചിരുന്ന് റിഗ്രറ്റ് ചെയ്യുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജനാധിപത്യ സമൂഹത്തിനകത്തെ നിയമം. അത് അവസാനത്തെ ആളും അവിടെ ഉണ്ടാകണം, അവര് പ്രധാനമാണ് എന്ന് കാണുന്നത് തന്നെയാണ് നീതി. ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന യുക്തിക്കകത്താണ് ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല. ആരെയെങ്കിലും കാണിച്ച് പേടിപ്പിക്കുന്ന യുക്തി അതിനകത്തില്ല. അതൊക്കെ പണ്ട് കാലത്ത് അധികാരം മേളിലിരുന്ന് അധികാരമുള്ളവര് താഴെയുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സിസ്റ്റംസ് ആണ്. അത് ഒരിക്കലും ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് ലോകത്തുനിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ് മനുഷ്യർക്ക് കഴിയുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്, ജനിതകമായ കുറവ് കൊണ്ട് ഒരാള് ട്രാൻസ്ഫർമേഷന് വിധേയമാകാൻ അയാൾക്ക് സ്വയം നവീകരിക്കാനോ അല്ലെങ്കിൽ അയാളുടെ സാഹചര്യം ഒരുക്കി അയാളെ നവീകരിക്കാനോ കഴിയാത്ത തരത്തിലുള്ള മാനസികമായ പരിമിതികളുള്ള മനുഷ്യരുണ്ടാകും എന്നുള്ള നമ്മുടെ തിരിച്ചറിവ് കൊണ്ടാണ് നമ്മൾ അവരെ നിയന്ത്രണത്തിന് വിധേയമാക്കണം, ഫോർ ദ ഗ്രേറ്റർ ഗുഡ് എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ ആളുകളെ നിയന്ത്രിക്കാൻ ബാധ്യത വരും എന്നുള്ള കാര്യം സംശയം വേണ്ട. പണ്ടുകാലത്ത് ഹാബിച്വൽ ക്രിമിനൽ എന്ന് പറയുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള സൈക്കോപത്തുകളായിട്ടുള്ള ആൾക്കാരെയാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിടിക്കപ്പെടാതിരിക്കുന്ന ലോകത്തിൽ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന കണ്ണിച്ചോരയില്ലാത്ത തീരുമാനമെടുക്കാൻ കഴിയുന്ന എല്ലാ പണക്കാരനും എല്ലാ അധികാരിയും ഒരു സൈക്കോപത്ത് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്നും മറന്നുപോകണം. അവര് നല്ല അധികാരമുള്ള സ്ഥലത്തിരുന്ന് ആൾക്കാരെ നന്നായിട്ട് ശിക്ഷിച്ച് തന്നെ രസിക്കുന്നവരായിട്ട് മാറുകയും ചെയ്യും എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകണ്ട. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ഇന്ന് കാണുന്ന ഭയങ്കര മറ്റു മനുഷ്യരെ പറ്റി ഒരു കൺസേണും ഇല്ലാതെ ജീവിക്കുന്നവരെല്ലാം മെച്ചപ്പെട്ട മനുഷ്യരാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. പിടിക്കപ്പെട്ട കള്ളന്മാരും പിടിക്കപ്പെടാത്ത കള്ളന്മാരുമായിട്ട് മാത്രമേ തുടരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ മെച്ചപ്പെട്ട മനുഷ്യരായിട്ടൊന്നും വിചാരിക്കണ്ട. അത് സ്വയം ന്യായീകരിക്കാനായിട്ട് നിലനിൽക്കുന്ന നിയമത്തിന്റെ പല ഇതും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മളെല്ലാം ശിക്ഷിക്കപ്പെടാൻ യോഗ്യരായ മനുഷ്യർ തന്നെയായിരിക്കും. പക്ഷെ അവരും ഞാൻ ഈ പറയുന്ന സൈക്കോപത്ത് പോലെ പെരുമാറുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുകയും വേണം. അവരായിരിക്കും ചില അധികാരികളായിട്ട് ഇന്ന് ഓരോ രാജ്യത്തിനകത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടും പ്രസിഡന്റ് ആയിട്ടും അല്ലെങ്കിൽ ജനറൽമാരായിട്ടും ഒക്കെ ഇരിക്കുന്നത് ഈ സൈക്കോപത്തുകൾ തന്നെയാണ്. അതുപോലെ വലിയ പണക്കാരായിരിക്കുന്നവര്
മറ്റുള്ള മനുഷ്യരെ പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ജീവിക്കുന്നവര്. ഇന്ന് ലോകത്തിനകത്ത് നടക്കുന്ന നമ്മൾ ഈ പറയുന്ന പാതകങ്ങൾ, ബോംബ് കണ്ടുപിടിക്കാനും മറ്റുള്ളവരുടെ മണ്ടയിൽ വെട്ടാനും, ഈ ഏറ്റവും സൂക്ഷ്മമായ ഏറ്റവും എഫിഷ്യന്റ് ആയ തോക്ക് കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞനുമൊക്കെ സൈക്കോപത്തുകൾ തന്നെയാണ്. അല്ലാതെ അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത്. മിസൈൽ മാൻ എന്ന് ഒരാളെ വിളിക്കിട്ട് അയാൾ സൈക്കോപത്ത് അല്ലെന്ന് വിചാരിക്കരുത്. അയാൾ മഹാനൊന്നും അല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റുള്ളവരെ കൊന്ന് രസിക്കാനായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആറ്റം ബോംബ് കണ്ടുപിടിക്കാൻ പോകുന്ന ശാസ്ത്രജ്ഞനും സൈക്കോപത്ത് തന്നെയാണെന്ന് അറിയണം. അപ്പൊ അത് ഒരു പുതിയ ജനാധിപത്യ ബോധം കൊണ്ട് മാത്രമേ ജീവിതത്തിനകത്ത് ഇത്തരത്തിലുള്ള മൂല്യബോധങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് അതിനകത്ത് നിയന്ത്രണത്തോടെ, നമ്മൾ എത്ര മോശപ്പെട്ട മനുഷ്യനാണ് അവരെന്ന് അറിയുമ്പോഴും അവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുന്നതിനോ നമ്മൾ ശ്രമിക്കാൻ നമുക്ക് അവകാശമില്ല. അത് ജനാധിപത്യവാദികളായ എല്ലാവരും സ്വയം തിരിച്ചറിഞ്ഞ് ആ നിലവാരത്തിൽ തന്നെ ഈ വിഷയത്തിനെ സമീപിക്കേണ്ടതാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ലോകത്ത് ഒരു നിയമത്തിന്റെ മുമ്പിലും ഉണ്ടാകാൻ പാടില്ല. യുദ്ധം ഒഴിവാക്കണമെന്ന് പറയുന്ന അതേ സ്പിരിറ്റിൽ അത് തിരിച്ചറിയും. ഇതിന് വേറൊരു വശം കൂടി പറഞ്ഞേക്കുന്നുണ്ട്, ഒരു അന്ധവിശ്വാസത്തിന്റെ വശം. ആദ്യ ഭർത്താവ് മരണപ്പെടും എന്നുള്ളത് കൊണ്ട് നേരത്തെ കൂട്ടി ഭർത്താവ് ആക്കുകയും ആ ഭർത്താവിനെ കൊല്ലുകയും ചെയ്താണെന്നുള്ള ഒരു വശം. കൂടാതെ ഈ അടുത്ത് ചെന്താമര എന്ന് പറയുന്ന ചെന്താമര കേസിൽ ഒരു ജോത്സ്യനെ പിൻപറ്റിയിട്ടാണ് അയൽവാസിയായ വീട്ടിലെ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്നുള്ള വശം. ഇത് കൂടാതെ നരബലി വരെ നമ്മൾ കണ്ടു കേരളത്തിൽ. അന്ധവിശ്വാസത്തെ തുടർന്നുള്ള ഒരു കൊലപാതക പരമ്പര ഈ അടുത്ത് കൂടി വരുന്നുണ്ടോ? കൂടി വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടുത്തെ എല്ലാ വിശ്വാസികളും അന്ധവിശ്വാസികളാണ്. അതുകൊണ്ട് പിന്നെ അതിനകത്ത് ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയണ്ട. ലോകത്തിനെ പരിണാമപരമായി മനസ്സിലാക്കാത്ത വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ അന്ധവിശ്വാസികൾ തന്നെയാണ്. യുക്തിയില്ലാതെ വിശ്വസിക്കുന്നവര് അന്ധവിശ്വാസികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതത്ര എളുപ്പമൊന്നും അല്ല. ഇപ്പൊ ഇയാളിപ്പോ ജ്യോത്സ്യം നടത്തിയല്ലേ എല്ലാ കല്യാണവും ഇവിടെ നടത്തുന്നത്. അപ്പൊ അന്ധവിശ്വാസ കല്യാണങ്ങളല്ലയോ നടക്കുന്നുള്ളൂ. പിന്നെ ഇത് മാത്രം, ഈ കൊലപാതകത്തിനകത്ത് മാത്രം അന്ധവിശ്വാസത്തിനെ ഇയാളത്ര വിഷമിച്ച് കാണുന്ന എന്താ? അത് ഞാൻ പറയുന്ന അന്ധവിശ്വാസം എന്ന് പറയുന്ന വേറൊരു ലെവലില് ലോകത്തിനകത്ത് വിദ്യാഭ്യാസം കൊണ്ടും ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് വഴി മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്നത് നിങ്ങൾ കുറ്റം ചെയ്യുമ്പോഴോ കുറ്റം ചെയ്യാത്തപ്പോഴോ ഒക്കെ അന്ധവിശ്വാസം, കുറ്റം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം നല്ലതാണെന്ന് വരുമോ? അങ്ങനെയില്ല. അന്ധവിശ്വാസം തന്നെയാണ്. അത് കുറ്റം ചെയ്യുന്നതായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട. അപ്പൊ ജ്യോത്സ്യന്മാര് പറയുന്നതുകൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ. ജ്യോത്സ്യന്മാര് പറയാത്തപ്പോ കൊന്നതിനെയൊക്കെ അപ്പൊ എന്തോ ചെയ്യും? അതുകൊണ്ട് അത് അങ്ങനെ ചർച്ച ചെയ്യാനൊക്കത്തില്ല. പക്ഷെ അന്ധവിശ്വാസം നമുക്ക് നല്ലതല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അവര് നമ്മളെ നേരിട്ട് കൊല്ലുന്നില്ലെങ്കിലും കൊല്ലുന്നവർക്ക് കൂട്ടു നിൽക്കുന്നവരായിട്ടെങ്കിലും മാറിപ്പോകും. കൊല്ലുന്നവർക്ക് വോട്ട് കൊടുക്കുന്നവരായിട്ടും മാറും. അതുകൊണ്ടാണ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നത്. കാരണം അവരുടെ ഏറ്റവും മോശമായ പ്രവർത്തനത്തിന് സപ്പോർട്ട് കൊടുക്കുന്നവരെ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളെ അന്ധവിശ്വാസികളായി തുടരുന്നതാണ് നല്ലതെന്ന് കണ്ടെത്തുന്ന വഴിയാണ്. അതുവഴിയാണ് രാമായണം സീരിയലും അതുപോലുള്ള സാധനങ്ങളൊക്കെ ലോകത്തുണ്ടാക്കി വോട്ട് പിടിക്കാനായിട്ട് ഈ അന്ധവിശ്വാസം നിലനിർത്താനായിട്ടും ഒക്കെ മനുഷ്യർക്ക് കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു കഥയിലെ കഥാപാത്രമായിട്ട് കാണേണ്ട കാര്യത്തിന് മനുഷ്യരെ പണ്ടുകാലത്ത് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനായിട്ട് ട്രെയിനിങ് കൊടുത്ത രാജാവിന്റെ പ്രജകളായിട്ട് തുടരാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നത് മാത്രമാണ് അന്ധവിശ്വാസങ്ങൾ. അപ്പൊ അതൊന്നും നമ്മൾ കൂട്ടിക്കുഴയ്ക്കണ്ട. ഇത് ഇപ്പം അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊല ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എടുത്താൽ പോരാ. അന്ധവിശ്വാസ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ ലോകത്തിനെ പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുകയും ജീവനെയും ജീവിതത്തിനെയും തിരിച്ചറിയുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് വേണ്ടത്. അത് ഇതിനകത്ത് മാത്രമായിട്ട് ഡിസ്കഷൻ കൊണ്ടുവരാനൊക്കത്തില്ല. നമ്മളിപ്പോ അന്ധവിശ്വാസ ബില്ല് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന ദരിദ്രവാസികളുടെ വിശ്വാസങ്ങളെ മാത്രം അന്ധവിശ്വാസമായിട്ടും ധനമുള്ളവരുടെ വിശ്വാസങ്ങളെല്ലാം നല്ല വിശ്വാസമായിട്ടും മാറുമെന്ന് പറയുന്നത് മാത്രമേ നടക്കൂ. അല്ലെങ്കിൽ ആധിപത്യമുള്ള വിശ്വാസങ്ങളെല്ലാം മെച്ചപ്പെട്ടത്. അത് അതിനകത്ത് ഒരു വ്യത്യാസവും വരത്തില്ല. പക്ഷെ അങ്ങനെയല്ല ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്താ പറയണ്ടേ, ദുർമന്ത്രവാദം എന്ന് പറയുമ്പോൾ നല്ല മന്ത്രവാദം ഉണ്ടെന്ന് വരത്തില്ലേ? അങ്ങനല്ല. അതുകൊണ്ട് ലോകത്തിനെ തെറ്റായിട്ട് ധരിക്കുന്ന ആളുകള് അത് നല്ല ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത്.
അത് ഒരു സംശയവും വേണ്ട. വിശ്വാസികളെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലോകത്ത് കൊല്ലാനായിട്ട് ദൈവത്തിന് വേണ്ടിയാണ് ആൾക്കാർ പോയിട്ടുള്ളത്. എന്തായാലും ചെകുത്താന് വേണ്ടി കൊല്ലാനായിട്ട് ആളുകളാരും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ചെകുത്താൻ വിശ്വാസികൾ, ഞങ്ങൾ ചെകുത്താന് വേണ്ടി കൊല്ലാൻ പോകുന്നവരെ നമ്മൾ തീരെ കാണാറില്ല. അതുകൊണ്ട് പാവം ചെകുത്താനെ നമ്മുടെ മനസ്സിലൊക്കെ കയറി നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യിക്കുമെന്ന് പറയുന്നത് കവിഞ്ഞല്ലാതെ ഇങ്ങനെ സംഘടിതമായി മനുഷ്യരെ കൊല്ലാനും വെറുക്കാനും പഠിപ്പിക്കുന്നില്ല. അത് കണിശമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പാവം ചെകുത്താൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രമേ മനുഷ്യരെ പിടിക്കത്തുള്ളൂ. കൂട്ടായി വലിയ സംഘത്തിന്, ഒരു രാജ്യത്തിലുള്ള മുഴുവൻ പേരെയും കൂടെ ഒരു പട്ടാളത്തിനകത്ത് ചേർത്ത് ബാക്കിയുള്ളവരുടെ മണ്ടയിൽ മുഴുവൻ ബോംബ് ചെയ്യാനും വെടിവെക്കാനും കൊല്ലാനും പരമാവധി ഭീകര പ്രവർത്തനം ചെയ്യാനും ഒക്കെ ദൈവത്തിന്റെ വിശ്വാസികൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അന്ധവിശ്വാസം ദൈവവിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് കൂട്ടിക്കുഴയ്ക്കണ്ട. ചെകുത്താന് വേണ്ടി ഇതുവരെ ഒരു മതം ഉണ്ടാകാത്ത കൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞോണം അതങ്ങനെ അല്ല. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത് രാജ്യസ്നേഹമായാലും അന്ധവിശ്വാസം തന്നെയാണ്. അങ്ങനെയും മനസ്സിലാക്കണം. മറ്റുള്ളവരെ കൊല്ലാനായിട്ട്, നമ്മളെപ്പോലൊരു മനുഷ്യനെ കൊല്ലാനായിട്ട് ഏത് ന്യായം പറഞ്ഞാലും അത് അന്ധവിശ്വാസമാണ്. നമ്മളെപ്പോലൊരാളെ ഇല്ലാതാക്കാനുള്ള ന്യായം പറയുന്ന ഏത് വിശ്വാസവും, അത് രാജ്യബോധമായി എന്ന് പറഞ്ഞാലും രാജ്യസ്നേഹമാണെന്ന് പറഞ്ഞാലും ശരി, മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഏത് വിശ്വാസവും അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് ഇതിനെ മാത്രമായിട്ട് അതിനെ ചുരുക്കണ്ട.